CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സി വി വർഗീസ്. ശ്രീ സി വി വർഗീസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾ അറിഞ്ഞ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോളേജിൽ നിന്ന് പുറത്തുനിന്ന് അവിടെ ആരും ചെന്നിരുന്നില്ല. KSUക്കാര് പദ്ധതി ആവിഷ്കരിച്ച് തയ്യാറാക്കി ഇടുക്കിയിലെ ഇവിടെ ഈ കോൺഗ്രസിന്റെ ഗുണ്ടായുസത്തിനെല്ലാം നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസുകാരനാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അവിടെ ഇരു കക്ഷികളുടെയും ആളുകൾ പുറത്തുനിന്ന് ചെന്നിരുന്നു എന്ന നിങ്ങളുടെ വാദം, നിങ്ങൾ ഇപ്പം നടത്തിയിരിക്കുന്ന നിഗമനം തന്നെ തെറ്റാണ്. ഞങ്ങളുടെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. CPM അതുമായി ബന്ധപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ കോളേജ് തെരഞ്ഞെടുപ്പ് സമാധാനപരം നടന്നതാണ്. ആ നടന്നതിന് ശേഷം അവന്റെ പേര് അവിടെ മറ്റേ കുട്ടിയുടെ പേര് ആസൂത്രിതമായ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. കുത്തേറ്റ് മരിച്ചിരിക്കുന്ന ധീരജ്, കണ്ണൂർ സ്വദേശി ധീരജ് എന്ന വിദ്യാർത്ഥി. നീരജ് രാജേന്ദ്രന്റെ കൃത്യം ചങ്കിനാണ് ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. SFIക്കാരുടെ പ്രവർത്തകരായിട്ടുള്ള 3 ആളുകൾ കൂടെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആദ്യത്തെ നിഗമനം മാധ്യമമായി പറയരുത്. കാരണം വസ്തുതയല്ല. അവിടെ വേറെ പുറത്തുനിന്ന് CPMന്റെ ഒരു പ്രവർത്തകന്മാരുണ്ടായിരുന്നില്ല. അത് കോൺഗ്രസ് പ്ലാൻ ചെയ്ത് ചെന്നതാണ്. ഓക്കെ, ഈ പരിക്കേറ്റ ഒപ്പമുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ആരോഗ്യനില ഇപ്പൊ അത് ഡോക്ടേഴ്സ് ICUലാണ്. അവർ സർജറിക്ക് ഏറ്റിരിക്കുന്നത്. ഗുരുതര പരിക്കുകളാണോ അവർക്കും ഏറ്റിട്ടുള്ളത്? ഗുരുതര പരിക്കുകളാണോ ആ വിദ്യാർത്ഥികൾ? ഇതിന് സമാനമായ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഇത് ഒരു ആസൂത്രിതമായി നടന്ന സംഭവമായിട്ടാണോ നിങ്ങൾ? ആസൂത്രിതമാണല്ലോ. അല്ലെ പിന്നെ പുറത്തുനിന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് കോളേജിനകത്ത് അവിടെ കയറി ചെല്ലേണ്ട ഒരു കാര്യമില്ല. കാരണം ഇടുക്കി കോളേജിന്റെ പ്രത്യേകത അതിന് ചുറ്റോടിയിട്ട് വനവും കാട് പിടിച്ച് കിടക്കുന്നതാണ്. അവിടെ വിവിധ മേഖലയുടെ വഴിയിലേക്ക് ചെല്ലാനുള്ള സൗകര്യമുണ്ട്. പോലീസിനെ കണ്ണുവെട്ടിച്ച് വെണ്ണയിലൂടെ കയറാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യമുള്ള ഒരു കോളേജിന്റെ കാമ്പസിന്റെ പശ്ചാത്തലം അതാണ്. കാമ്പസിന് സൗകര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇഗൽ പൈരി എന്ന് പറയുന്ന പയ്യനോടെ കുത്തിക്കിട്ടിയിരിക്കുന്നത്. പറയുന്ന ആളാണ് കുത്തിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിനിവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും എല്ലാ ഗുണ്ടാ പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഈ നിഖിൽ പൈരി എന്ന് പറയുന്ന ആളുടെ പേരിൽ നിരവധി കേസുകൾ നിലവിലുള്ള ആളാണ്. ഇവരിപ്പോൾ ഒളിവിലാണോ? അവിടെ അറിയില്ലല്ലോ. പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. ഞങ്ങളിപ്പോ മരണപ്പെട്ട കുട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ശ്രീ സി വി വർഗീസ്, അവിടെ കൂടുതൽ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഒരു സാരമില്ല. ഞങ്ങളുടെ കുട്ടികളെ മുഴുവൻ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ പുതിയൊരു സംഘർഷത്തിലുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധമായ പ്രകോപനപരമായ ഒരു നിലപാടുണ്ടാവില്ല. അങ്ങേയറ്റം സംഭവിച്ചത് ഞങ്ങൾ നഷ്ടം സംഭവിച്ചു. ആ നഷ്ടത്തിന് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിലപാടിനപ്പുറമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകോപനത്തിന്റെയും ഇതല്ല. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഞങ്ങളുടെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. അവന്റെ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുകയും അതനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യാന്നുള്ളതാണ് നല്ലത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിനും. ഈ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. തുടർ പ്രക്ഷോഭങ്ങളോ തുടർ ഏറ്റുമുട്ടലുകളോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ് ഈ മണിക്കൂറിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ആ ജാഗ്രത പുലർത്തുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി കൂടിയായ അദ്ദേഹം പറഞ്ഞത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്.